ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു ലോ ആണ്. അതാണ് കൂളംസ് ലോ. കൂളംസ് ലോ states that the magnitude of electrostatic force of attraction or repulsion between two charges is directly proportional to product of the magnitude of two charges and inversely proportional to the square of distance between two charges. Mathematically, F is directly proportional to Q1 Q2 by R square. അതായത് F is proportional to Q1 Q2 by R square. ഇവിടെ Q1 എന്നാൽ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, Q2 എന്നാൽ രണ്ടാമത്തെ, അതായത് R ഡിസ്റ്റൻസിൽ Q1ന്റെ അടുത്തുനിന്ന് R ഡിസ്റ്റൻസ് ദൂരത്തുള്ള Q2വിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R is the distance between these two charges. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് F is equal to ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, K into Q1 Q2 by R square, where K is equal to 1 by 4 pi epsilon 0. ഈ Kയുടെ വാല്യൂ SI സിസ്റ്റത്തിൽ അപ്രോക്സിമേറ്റ്ലി 9 into 10 raised to 9 ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഈ എപ്സിലോൺ സീറോയുടെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. SI സിസ്റ്റത്തിൽ ഇതിനൊരു വാല്യൂ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. എപ്സിലോൺ സീറോ അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് എന്നൊക്കെ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്സിലോൺ സീറോന്റെ വാല്യൂ 8.854 into 10 raised to minus 12 കൂളം സ്ക്വയർ, ന്യൂട്ടൺ raised to minus 1, മീറ്റർ raised to minus 2. അതെന്തുകൊണ്ടാണ് എപ്സിലോൺ നോട്ടിന് അല്ലെങ്കിൽ എപ്സിലോൺ സീറോയ്ക്ക് കൂളം സ്ക്വയർ, ന്യൂട്ടൺ raised to minus 1, മീറ്റർ raised to minus 2 എന്ന SI യൂണിറ്റ് വന്നത് നോക്കാം. കെയുടെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്നാണ്. എപ്സിലോൺ സീറോ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആണ്, എഫ് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ എപ്സിലോൺ സീറോയുടെ SI യൂണിറ്റ് നമുക്ക് കിട്ടും 1 by 4 പൈക്ക് യൂണിറ്റ് ഇല്ല, ചാർജ് കൂളം ഇൻറ്റു കൂളം, കൂളം സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് ആണ് മീറ്റർ സ്ക്വയർ, ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സോ എപ്സിലോൺ സീറോൻ്റെ SI യൂണിറ്റ് നമുക്ക് കിട്ടുന്നത് കൂളം സ്ക്വയർ, മീറ്റർ റേസ് ടു മൈനസ് 2 മേലോട്ട് പോകുന്നു, അതുപോലെ ന്യൂട്ടണും മേലോട്ട് പോകുന്നു, ന്യൂട്ടൺ റേസ് ടു മൈനസ് 1, മീറ്റർ റേസ് ടു മൈനസ്. Dimensions of epsilon 0 is m raised to minus 1, L raised to minus 3, A raised to 2, T raised to 4. അതിന് കാരണം എപ്സിലോൺ സീറോയ്ക്കുള്ള ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. 1 by 4 pi കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാർജിന്റെ ഡയമെൻഷൻസ് AT, അപ്പോൾ രണ്ടാമത്തെ ചാർജിൻ്റെത് AT ഇൻറ്റു AT, ഫോഴ്സിൻ്റെത് ML T raised to minus 2, അതുപോലെ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് L സ്ക്വയർ ആണ്. അപ്പം AT ഇൻറ്റു AT A സ്ക്വയർ T സ്ക്വയർ ആണ്, അതുപോലെ M L ഇൻറ്റു L സ്ക്വയർ L ക്യൂബ് T raised to minus 2. M മേലോട്ട് പോയാൽ M raised to minus 1, L raised to 3 മേലോട്ട് പോയാൽ L raised to minus 3, A സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്. T raised to minus 2 മേലോട്ട് പോകുമ്പോൾ T raised to 2 ആവും, T raised to 2 ഓൾറെഡി മുകളിലുണ്ട്, T raised to 2 into T raised to 2, T raised to 4. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഫോഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രീ സ്പേസിലാണ്. അപ്പോൾ ചാർജുകൾക്കിടയിൽ ഒരു മീഡിയം കൊണ്ടുവന്നാലോ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. F is equal to 1 by 4 pi epsilon 0, അതിൻ്റെ കൂടെ പുതിയ ഒരു ടേമും കൂടെ വരും, എപ്സിലോൺ R. ഇക്വേഷൻ നമ്മൾ വായിക്കുന്നത് F is equal to 1 by 4 pi epsilon 0 into epsilon R Q1 Q2 by R square. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചാർജുകൾക്കിടയിൽ ഒരു മീഡിയം ഉള്ളപ്പോഴാണ്. ഇവിടെ എപ്സിലോൺ ആറിൻ്റെ പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, നമ്മൾ +2 രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എപ്സിലോൺ ആറിൻ്റെ മറ്റൊരു പേരാണ്
ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ എന്നും ഇതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നമ്മൾ എപ്സിലോൺ ആർ അത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയമാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എപ്സിലോൺ ആറിനെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ ഇക്വേഷൻ അനുസരിച്ച് എപ്സിലോൺ ആർ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഇതിനകത്തുനിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് യൂണിറ്റ് ഇല്ലാത്ത ഒരു നമ്പറാണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ വരുമ്പോൾ, ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ വരുമ്പോൾ തീർച്ചയായും റിസൾട്ട് കുറയുക ചെയ്യാം. ഇവിടുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ചാർജുകൾക്കിടയിൽ നമ്മൾ ഒരു മീഡിയം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ്, അത് അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൽഷൻ ആണെങ്കിലും ആ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. മറ്റൊരു പോയിൻ്റാണ്, നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു കണ്ടക്ടറാണ് വെക്കുന്നതെങ്കിലോ കണ്ടക്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ റിസൾട്ട് 0 ആണ്. എന്നുവെച്ചാൽ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു കണ്ടക്ടർ, ഒരു മീഡിയമായി ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് 0 ആകും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കൂളംസ് ലോ എന്തിനാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജ് കാണാനാണ്. അതിനൊരു ഇക്വേഷൻ നമുക്ക് അറിയാം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് തരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്. പക്ഷേ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഉണ്ടാവുക, അതിന് ഡയറക്ഷനും ഉണ്ടാകും. ഇവിടെ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള കൂളം ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അലോങ് ദ ലൈൻ ജോയിനിങ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ആണ്. എന്ന് വെച്ചാൽ Q1 Q2ൻ്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിലൂടെയാണെങ്കിൽ അത് അട്രാക്റ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടും, റിപ്പൾസീവ് ആണെങ്കിൽ അങ്ങോട്ടുമായിരിക്കും. പക്ഷെ അത് ഈ ലൈൻ കണ്ടില്ല, ഈ ലൈനിലൂടെ ആയിരിക്കും. അപ്പോൾ Q1ൽ നിന്നും Q2ലേക്ക്, അതായത് Q1 Q2ൻ്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതിയാൽ ഈ ഡയറക്ഷനിലായിരിക്കും. Q1 Q2നെ റിപ്പൽ ചെയ്യും. അതിനെ ഞാൻ വിളിക്കുന്നു, ജസ്റ്റ് ഒരു ഡിനോഷൻ മാത്രമാണ്. പല ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ പല രീതിയിലാണ് ഇത് കാണാം. ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് Q1ൽ നിന്നും Q2ലേക്കുള്ള ഫോഴ്സിനെ നമുക്ക് Q2ൻ്റെ മേലെ Q1 ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന അർത്ഥത്തിൽ നമുക്ക് F21, F21 എന്ന് വായിക്കരുത്, F21. അപ്പോൾ എന്താണ് F21? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1. ഇതാണ് F21. അത് ഞാൻ വരച്ച ഡയറക്ഷൻ പോലെ അങ്ങോട്ടായിരിക്കും. ഇനി Q1ൽ നിന്നും Q2ലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കുന്നു R21. എന്താണ് ഈ R21ൻ്റെ മീനിങ്? Q2ലേക്ക് Q1ൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ Q2ലേക്ക് Q1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ടും എടുക്കാം, അവിടുന്ന് ഇങ്ങോട്ടും എടുക്കാം. പക്ഷേ ഈ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇനി ഈ F21 അല്ലെങ്കിൽ Q1 Q2ൻ്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാം F21 is equal to K Q1 Q2 by R21 square. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് F21 ആണ്. +1ൽ നമ്മൾ വെക്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊരു സ്കേലറിനെയും ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വെക്ടറാക്കി മാറ്റാം. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് F21 എന്ന ഫോഴ്സിനെ അല്ലെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് വെക്ടറാക്കി എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ മാഗ്നിറ്റ്യൂഡിനെ നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് K Q1 Q2 by R21 square R21 cap. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, R21 ക്യാപ്പ് എന്നാൽ യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ഡയറക്ഷൻ.
ഇതാണ് R21 ക്യാപ് എന്നാൽ. നോക്കൂ, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത് ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഡയഗ്രം അനുസരിച്ച് നോക്കൂ, F21 അങ്ങോട്ടാണ്, ഞാൻ എടുത്തിരിക്കുന്ന R21 ക്യാപ്പിൻ്റെ ഡയറക്ഷനും അങ്ങോട്ടാണ്. അപ്പം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ R21 ക്യാപ്പിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ Q2 Q1ൻ്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാക്കുമല്ലോ അതേ സമയം തന്നെ. അപ്പോൾ Q1ൻ്റെ മേലെ Q2 ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡയറക്ഷൻ വരയ്ക്കാം. Q1ൻ്റെ മേലെ Q2 ഉണ്ടാക്കുന്ന ഫോഴ്സിനെ F12. ഇനി Q1നും Q2നും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നു R12. കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. R21ഉം അതുപോലെ R12ഉം ഈക്വലാണ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ടളന്നാലും ഇങ്ങോട്ടളന്നാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. നേരത്തെ ഈ ഫോഴ്സ് എഴുതിയതുപോലെ നമുക്ക് ഇപ്പോൾ ഈ F12ൻ്റെ വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? F12 വെക്റ്റർ ഈസ് ഈക്വൽ ടു K Q1 Q2 ബൈ R12 സ്ക്വയർ. ഇനി യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, R12 ക്യാപ്. യൂണിറ്റ് വെക്ടർ R12ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, R12 ക്യാപ്. അതിൻ്റെ അർത്ഥം 1ലേക്ക് 2വിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണെന്നാണ്. ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. നോക്കൂ, F12ൻ്റെ ഡയറക്ഷൻ R12ൻ്റെ ഡയറക്ഷനാണ്. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ജനറലി കൺക്ലൂഡ് ചെയ്യാം. വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ, വെക്റ്റർ F അല്ലെങ്കിൽ F വെക്റ്റർ ഈസ് ഈക്വൽ ടു K Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത് ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 ആൻഡ് Q2 ആണ്. നമുക്ക് വെക്റ്റർ ഫോമിൽ അതിനെ F വെക്റ്റർ ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ R ക്യാപ് എന്ന് എഴുതാം. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് R ആണ്. അതിനെ നമുക്ക് വെക്റ്ററാക്കി മാറ്റാം ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് എ യൂണിറ്റ് വെക്റ്റർ. സോ ദിസ് വിൽ ബിക്കം R വെക്റ്റർ. അപ്പോൾ യൂണിറ്റ് വെക്ടറിന് നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ R അല്ലെങ്കിൽ R വെക്റ്റർ ബൈ R എന്ന് എഴുതാം. ഈ റിസൾട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതാണ് കിട്ടുക. യൂണിറ്റ് വെക്ടർ ആറിന് പകരം R വെക്റ്റർ ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യൂബാണ്. അപ്പോൾ നമുക്ക് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ ഇങ്ങനെയും എഴുതാം. കൂളംസ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ തിയറി മനസ്സിലൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം. അപ്പം വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. പറ്റുമെങ്കിൽ അത് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് സ്വയം ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ചാർജ് Q1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁷ കൂളം തന്നിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. Q2 തന്നത് 3 ഇൻറ്റു 10⁻⁷ അതും പോസിറ്റീവാണ്. പിന്നെ ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. Q1നും Q2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ. ഞാൻ അതിനെ മീറ്ററിലേക്ക് SI യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻറ്റു 10⁻² ചെയ്തപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സാണ്. ബൈ കൂളംസ് ലോ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ ആണ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു F ഈസ് ഈക്വൽ ടു 1/4πε0ന് K കൊടുത്തു. അപ്പോൾ K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ആ Kയുടെ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കാൻ നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ ആണ് Kയുടെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ ആണ് അപ്രോക്സിമേറ്റ്ലി. Q1ന് ഈ ചാർജ് 2 ഇൻറ്റു 10⁻⁷ അപ്ലൈ ചെയ്തു. അതുപോലെ Q2ന് 3 ഇൻറ്റു 10⁻⁷ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ
30 ആറിന് 30 ഇൻറ്റു 10⁻²² ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു കൺഫ്യൂഷൻ, ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്, ഈ സ്ക്വയർ ഇടാൻ പല കുട്ടികളും മറന്നു പോകാറുണ്ട്. ബി വെരി കെയർഫുൾ. അപ്പോൾ ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് കാൽക്കുലേറ്ററിൽ ഇത് മൊത്തം, കേരള ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ മൊത്തം അടിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. അതിന് പകരം 10⁻⁴ എല്ലാം മാറ്റി അങ്ങോട്ട് നീക്കി എഴുതുക. അതിനകത്തുള്ള നമ്പർ ഫുള്ള് ഇവിടെ 9 ഇൻറ്റു ഈ 2 ഇൻറ്റു ഈ 3 ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ പെട്ടെന്നൊരു പ്രോബ്ലം ഇവിടെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 30 ഇൻറ്റു 10⁻²ന് പകരം 3 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം എനിക്ക്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9, 10⁻⁻1ൻ്റെ സ്ക്വയർ 10⁻². ഈ 9ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്താൽ 2 ഇൻറ്റു 3 6 ഇൻറ്റു ഇത് ചെയ്താൽ 10⁻⁻3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് 6 ഇൻറ്റു 10⁻⁻3 ന്യൂട്ടൺ ആണ്. ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ളത് ചാർജ് Q1 തന്നിട്ടുണ്ട് 0.4 മൈക്രോ കൂളം. അപ്പോൾ മൈക്രോ എന്നാൽ 10⁻⁻6 ആണ്. അപ്പോൾ SI യൂണിറ്റിലേക്ക് നീക്കുക, നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.4 ഇൻറ്റു 10⁻⁻6 കൂളം. അതുപോലെ Q2 തന്നിട്ടുണ്ട് -0.8 മൈക്രോ കൂളം. അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റി ഇൻറ്റു 10⁻⁻6 ചെയ്തിട്ട് -0.8 ഇൻറ്റു 10⁻⁻6. തന്നത് ഫോഴ്സ്, ഈ രണ്ടിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട് 0.2 ന്യൂട്ടൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നിൽ നമ്മൾ കാണേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് 2 ചാർജസ് ആണ്. അപ്പോൾ ആദ്യം നമുക്കത് കാണാം. എ പാർട്ട് നമ്മൾ ചെയ്യുന്നത് ബൈ കൂളംസ് ലോ. നമുക്ക് കൂളംസ് ലോ അനുസരിച്ച് ഈ ഇക്വേഷൻ 1/4πε0 Q1 Q2/r². ഇവിടെ 1/4πε0ക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട് 9 ഇൻറ്റു 10⁻⁹. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. ഫോഴ്സ് തന്നിട്ടുണ്ട് 0.2, 1/4πε0ൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q1 0.4 ഇൻറ്റു 10⁻⁻6, അതുപോലെ Q2 0.8 ഇൻറ്റു 10⁻⁻6. ഇവിടെ ഞാൻ മൈനസ് ഇടാത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ r². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. അതുകൊണ്ട് ഈ R-നെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഡിവൈഡഡ് ബൈ R ആണുള്ളത്. അത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു ആവും. അപ്പോൾ ഇത് r² ഈസ് ഈക്വൽ ടു, ഈ ഇത്രയും ടേം ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. ഈ 0.2 ഡിവൈഡഡ് ബൈ ആവും ഇപ്പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് r² ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ നമ്പറും വേറെയും 10⁻⁴ ഒക്കെ വേറെയാക്കി എഴുതി. അപ്പോൾ r² ഈസ് ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14.4 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻3. ഇതിന് നമുക്ക് 144 അല്ലെങ്കിൽ 144 ഇൻറ്റു ഈ പോയിന്റ് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ 10⁻⁻1നെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10⁻⁴ ആകും. അപ്പം r² കിട്ടി. അപ്പോൾ നമുക്ക് കാണേണ്ടത് R ആണ്. R ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് 12 ആണ്. 10⁻⁻4ൻ്റെ റൂട്ട് 10⁻⁻2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ഇൻറ്റു 10⁻⁻2 മീറ്റർ. ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സെക്കൻഡ് സ്ഫിയറിൻ്റെ മേലെ ഫസ്റ്റ് സ്ഫിയർ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഓൾറെഡി അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ 0.2 ന്യൂട്ടൺ തന്നെയാണ്. പക്ഷേ ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആണ്. അപ്പോൾ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് നെഗറ്റീവ് കിട്ടിയ അതിൻ്റെ അർത്ഥം ഈ ചാർജുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ സ്ഫിയറുകൾക്കിടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 0.2 ന്യൂട്ടൺ അട്രാക്റ്റീവ് ആയിരിക്കും.